തുടർന്ന് വൈറ്റ് ബീഡ്സിലെ എല്ലാ ആൾക്കാരും വൈറ്റ് ബീഡിന്റെ അടുത്തേക്ക് എത്തി. എല്ലാവരും എയ്സിനെ രക്ഷിക്ക്, അതുപോലെ നേവിയെ തകർക്ക് എന്ന് പറഞ്ഞ് വൈറ്റ് ബീഡ് അലറുമ്പോ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ഇവിടെ നമ്മുടെ ലൂഫി എയ്സ് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എയ്സിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. താഴേക്ക് എത്തിയ വൈറ്റ് ബീഡ് അദ്ദേഹത്തിന്റെ ആൾക്കാരോട് തനിക്ക് മുന്നിലേക്ക് പോകാൻ ഒരു വഴി ഉണ്ടാക്കി തരാൻ പറയുന്നു. അത് കേട്ട എല്ലാവരും ചാടി ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ വൈറ്റ് ബീഡ് അദ്ദേഹത്തിന്റെ ആയുധം എടുത്ത് വീണ്ടും ഒരു ഷോക്ക് വേവ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് പ്രശ്നം വഷളാവുന്നു മനസ്സിലായ അഡ്മിറൽ കൂസാൻ വൈറ്റ് ബീഡിനെ അവന്റെ പവർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ വൈറ്റ് ബീഡ് തന്റെ സോഡ് കൂസാന്റെ ദേഹത്തേക്ക് കുത്തി ഇറക്കി. അപ്പൊ കൂസാൻ തന്റെ ഡബിൾ ഫുഡ് പവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് കൂസാൻ വൈറ്റ് ബീഡിന്റെ സോഡിൽ പിടിച്ച് വൈറ്റ് ബീഡിനെ ഐസ് ആക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജോസ് കൂസാനെ തട്ടിത്തെറിപ്പിക്കുന്നു. എന്നിട്ട് ജോസ് വൈറ്റ് ബീഡിനോട് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് വൈറ്റ് ബീഡ് മുമ്പിലേക്ക് പോകുന്നു. ഇതേ സമയത്ത് നമ്മുടെ ലൂഫി എയ്സ് ഉള്ള ഭാഗത്തേക്ക് ഓടി വരുമ്പോൾ വൈസ് അഡ്മിറൽ മൊമങ്ക നമ്മുടെ ലൂഫി അറ്റാക്ക് ചെയ്യുന്നു. വൈസ് അഡ്മിറൽ മൊമങ്കയുടെ കൂടെ മറ്റൊരു വൈസ് അഡ്മിറലും കൂടെ ചേർന്ന് നമ്മുടെ ലൂഫി അടിക്കുന്നു. അടികിട്ടി താഴെ വീഴുന്ന ലൂഫിയെ അഡ്മിറൽ കിസാറു അവന്റെ പവർ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ മുകളിൽ നിന്ന് കാണുന്ന ഗാർപ്പിന്റെ കൺട്രോൾ പോകുന്നുണ്ട്. ലൂഫിയെ തല്ലുന്നത് കണ്ട് ഗാർപ്പ് കൈ ചുരുട്ടി പിടിച്ചു നിൽക്കുമ്പോ ഗാർപ്പ് നീ ഞങ്ങളിലെ ഒരാളാണ്, അത് മറക്കണ്ട എന്ന് സെങ്കോക്കു. അത് കേട്ട ഗാർപ്പ് തിരിച്ച് സ്വബോധത്തിലേക്ക് വന്ന് തലതിരിക്കുന്നു. ഇപ്പൊ ലൂഫിയോട് കിസാറു നിനക്ക് ധൈര്യമുണ്ടെന്ന് നീ തെളിയിച്ചു, പക്ഷേ സ്ട്രോ ഹാറ്റ് ലൂഫി നിന്റെ ശക്തി അത്ര പോരാ. നിനക്ക് ശക്തി ഇല്ലാത്തിടത്തോളം കാലം നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, നിനക്ക് നിന്റെ സഹോദരനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കിസാറു ലൂഫിയെ വൈറ്റ് ബീഡിന്റെ അടുത്തേക്ക് ചവിട്ടി തെറിപ്പിക്കുന്നു. പെട്ടെന്ന് ലൂഫിയെ വൈറ്റ് ബീഡ് പിടിക്കുന്നു. ഇതേ സമയത്ത് തന്നെ മതിലിന്റെ മുകളിലൂടെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവാൻഗോയും ജീംബയും അവിടേക്ക് എത്തി. അപ്പൊ വൈറ്റ് ബീഡ് തന്റെ ആൾക്കാർക്ക് ലൂഫി ഇട്ട് കൊടുത്തിട്ട് അവൻ ഇപ്പൊ തന്നെ ഒരുപാട് ചെയ്തു, അതുകൊണ്ട് അവന് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്ക് എന്ന് വൈറ്റ് ബീഡ് പറയുന്നത് കേട്ട് അദ്ദേഹത്തിന്റെ ആൾക്കാർ ലൂഫിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നു. പെട്ടെന്ന് ലൂഫി എനിക്ക് എയ്സിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് മുമ്പിലേക്ക് നടക്കാൻ ശ്രമിക്കുമ്പോൾ ബോധം കെട്ട് താഴെ വീണ് കിടക്കുന്ന ലൂഫിയുടെ അടുത്തേക്ക് ജീൻബയും കുറച്ച് ആൾക്കാരും വന്ന് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ വൈറ്റ് ബീഡ് ഇവൻ അത്രയൊന്നും ഇല്ല, പക്ഷെ അവന്റെ അകത്ത് എന്തെന്നില്ലാത്ത ധൈര്യവും ഊർജവും ഉണ്ട്, എന്നാലും ഇവനെ പോലെയുള്ള മണ്ടന്മാരെ എനിക്ക് ഇഷ്ടമാണ് എന്നിങ്ങനെ വൈറ്റ് ബീഡ് പറഞ്ഞതിന് ശേഷം തന്റെ ആയുധം ഉപയോഗിച്ച് അവിടെയുള്ള മറൈൻസിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ബീഡിനെ പെട്ടെന്ന് അഡ്മിറൽ അക്കൈന് വന്ന് ചവിട്ടി തടഞ്ഞു വെച്ചു. തുടർന്ന് രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ആ ഒരു ഫോഴ്സിൽ അവിടെയുള്ള ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ മറൈൻ ഫോർട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൈററ്റ്സും മറൈൻസും നിർത്താതെ ഫൈറ്റ് ചെയ്യുന്നു. മീഹോക്ക് അതുപോലെ മോരിയ ഇവരൊക്കെ പൈററ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ബോവ ഹാൻകോക്ക് അവളുടെ അടുത്തുള്ള എല്ലാവരെയും അടിച്ച് എത്രയും പെട്ടെന്ന് ലൂഫിയുടെ അടുത്ത് എത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ പസഫിസ്റ്റുകൾ, മറൈൻസ്, വൈറ്റ് ബീഡ്സിന്റെ കമാൻഡേഴ്സ് അങ്ങനെ എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മാർക്കോ എയ്സിന്റെ അടുത്തേക്ക് പറന്നെത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ എയ്സിന്റെ അടുത്തേക്ക് മാർക്കോ എത്താനായതും ചാടി വന്ന് ഗാർപ്പ് മാർക്കോയെ ഒരേ ഒരു അടി. നിലത്തേക്ക് മാർക്കോ അടിച്ച് വീഴുമ്പോ താഴെയുള്ള അഡ്മിറൽസിന്റെ ചെയറിലേക്ക് ഗാർപ്പ് വന്നിരിക്കുന്നു. അത് കണ്ട എല്ലാ പൈററ്റ്സും പേടിച്ച് വിറയ്ക്കുന്നു. അയാൾ അങ്ങനെ കളത്തിലേക്ക് ഇറങ്ങി ദ ലെജൻഡറി നേവി സോൾജിയർ വൈസ് അഡ്മിറൽ ഗാർപ്പ് എന്ന് പറഞ്ഞ് പൈററ്റ്സ് പേടിക്കുമ്പോ നേവി സോൾജിയേഴ്സിന് അത് കണ്ട് ഒരുപാട് സന്തോഷമായി. അപ്പോ ഗാർപ്പ് നിങ്ങൾക്കിനി ഇവിടേക്ക് വരണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം പന്ന കീടങ്ങളെ. അത് കണ്ട് പൈററ്റ്സ് പേടിച്ചുകൊണ്ട് ഗാർപ്പ് ദ ഹീറോ 20 വർഷങ്ങൾക്ക് മുമ്പ് ഗോൾഡി റോജറുമായിട്ട് ഏറ്റുമുട്ടിയ മനുഷ്യനാണ് അയാള്. അതുപോലെ ഞാൻ മറ്റൊന്ന് കേട്ടത് ഗോൾഡി റോജറിന്റെ എതിരാളി ഷിക്കി ദ ഗോൾഡ് ലയണിനെ ഇവിടെ മറൈൻ ഫോർഡിൽ വെച്ച് സെങ്കോക്കും ഗാർപ്പും ചേർന്ന് പിടിച്ച് ഇമ്പൽ ടൗണിൽ അടച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൈററ്റ്സ് പേടിച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് വൈറ്റ് ബീഡ് എടാ മണ്ടന്മാരെ, അവന്റെ പേര് കേട്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ, അവൻ വെറും ഒരു വയസ്സായ കിഴവൻ മാത്രമാണ് എന്ന് വൈറ്റ് ബീഡ് പറയുന്നത് കേട്ട് ഗാർപ്പിന്റെ ഒരു ചിരിയുണ്ട്. ആ ചിരി കണ്ടാൽ അറിയാം ഗാർപ്പിന്റെ പ്രൈമിൽ ഗാർപ്പ് എന്തായിരുന്നു എന്ന്. ഇപ്പൊ വൈറ്റ് ബീഡിനെ പെട്ടെന്ന് അക്കൈനു അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ വൈറ്റ് ബീഡ് അക്കൈനുവിന്റെ അറ്റാക്ക് തട്ടി മാറ്റി. അതിലൂടെ മറൈൻ ഫോർഡ് കുറച്ച് തകർന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് മുകളിൽ നിൽക്കുന്ന സെങ്കോക്കു എയ്സിന്റെ എക്സിക്യൂഷൻ പെട്ടെന്ന് നടത്താൻ വേണ്ടി നേരത്തെ ക്രോക്കോഡൈലിന്റെ കയ്യിൽ നിന്ന് അറ്റാക്ക് കിട്ടി താഴെ വീണ ആൾക്കാർക്ക് പകരം പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറയുന്നു. ഇവിടെ താഴെ പൈററ്റ്സ് എല്ലാവരും ചേർന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവരെ ഹ്യൂമൻ വെപ്പൺസ് പസഫിസ്റ്റ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ആ പൈററ്റ്സ് എല്ലാവരും ചേർന്ന് ആ പസഫിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് കിട്ടുന്ന പസഫിസ്റ്റുകൾ റോബോട്ട് ആണല്ലോ, അതുകൊണ്ട് അതിന്റെ ഇടയിൽ പ്രശ്നം വന്ന് പസഫിസ്റ്റുകൾ പരസ്പരം അറ്റാക്ക് ചെയ്ത് ഇല്ലാതായി. ഇപ്പൊ താഴെ നടക്കുന്ന യുദ്ധം മുഴുവൻ കാണുന്ന എയ്സ് സങ്കടത്തോടെ അവന്റെ തല കുനിക്കുന്നു. അത് കണ്ട് എന്ത് പറ്റിയെന്ന് സെങ്കോക്കു ചോദിക്കുന്ന സമയത്ത് എയ്സിന്റെ ഒരു പഴയ പാസ്റ്റ് കാണിക്കുന്നു. കുട്ടിയായിരുന്ന എയ്സ് അവന്റെ ഗ്രാമം വിട്ട് നഗരത്തിൽ പോയി അവിടെയുള്ള ആൾക്കാരോട് ഗോൾഡി റോജർ ആരാണെന്ന് അവരോട് ചോദിക്കും. അതിനവര് ഗോൾഡി റോജറോ, നിനക്ക് ഗോൾഡി റോജർ ആരാന്നറിയില്ലേ, ഇവിടെയുള്ള പൈററ്റ്സ് ഉണ്ടാവാൻ കാരണം ഗോൾഡി റോജർ ആണ്, അത് അയാളുടെ തെറ്റാണ്, അയാളുടെ എക്സിക്യൂഷന് തൊട്ട് മുമ്പ് അയാൾ തന്റെ ട്രഷറോ അങ്ങനെ എന്തോ അതുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് വിശ്വസിച്ച് ഒരുപാട് മണ്ടന്മാര് പൈററ്റ്സ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അയാൾ വെറും ഒരു പാഴാണ്, ഉപയോഗമില്ലാത്ത നാറി, അയാൾ മരിച്ചാലും മരിച്ചിട്ടില്ലെങ്കിലും എല്ലാം കണക്കാണ് എന്നിങ്ങനെ എയ്സിനോട് പറഞ്ഞു കൊടുത്ത ആൾക്കാർ നടന്നു പോകുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന എയ്സ് അവരെ മുഴുവനും അടിച്ചു. എന്നിട്ട് കടൽ തീരത്ത് ഒറ്റയ്ക്കിരിക്കുന്ന എയ്സിന്റെ അടുത്തേക്ക് അവനെ വളർത്തുന്ന ഡഡൻ എന്ന് പറയുന്ന സ്ത്രീ വരുന്നു. എയ്സ്, നീ നഗരത്തിൽ എന്താ പ്രശ്നം ഉണ്ടാക്കിയേ? ഒരുപാട് തലതിരിഞ്ഞ ചെറുക്കന്മാരെ ഒരു കുട്ടി വന്ന് അടിച്ച് കൊല്ലാറാക്കിയെന്ന് ഞാൻ കേട്ടല്ലോ. ഓ, അപ്പൊ അവര് ചത്തില്ലേ എന്ന് എയ്സ്. അപ്പൊ എയ്സിനോട് ആ സ്ത്രീ, നീ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നത്തിനും കിട്ടുന്ന അടി എനിക്കാണ്, നീ
നീ കേൾക്കുന്നുണ്ടോ എയ്സ്? അല്ലെങ്കിലും എങ്ങനെയാ, അയാളെ പറഞ്ഞാൽ മതിയല്ലോ. ഇതുപോലെയുള്ള ഒരു കുട്ടിയെ എവിടേക്ക് കൊണ്ടുവന്നാക്കിയ അയാളെ. ഇതിനുശേഷം എയ്സ് വീണ്ടും ഒരുപാട് ആൾക്കാരോട് ഗോൾഡി റോജറിനെ പറ്റി ചോദിക്കുന്നു. എന്നാൽ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന മറുപടി ആണെങ്കിലോ പ്രശ്നങ്ങളെല്ലാം ഗോൾഡി റോജർ കാരണമാണ് ഉണ്ടായതെന്ന്. ഗോൾഡി റോജർ വെറും നാറിയാണെന്ന്. അത് കേട്ട് ദേഷ്യം വരുന്ന എയ്സ് അവരെയും തല്ലി. തിരിച്ച് എയ്സിന് ഒരുപാട് അടി കിട്ടി. ഒരു ദിവസം എയ്സിന്റെ അടുത്തേക്ക് എത്തിയ ഗാർബ്, ഹേ എയ്സ്, നിനക്ക് ഒരുപാട് അടി കിട്ടിയല്ലേ? ഹേയ് എയ്സ്, നീ എന്തൊന്നും മിണ്ടാത്തെ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിനക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. ഹേയ് കിളവാ, നിങ്ങൾക്കൊരു പേരക്കുട്ടിയില്ലേ? അവൻ എങ്ങനെയാ, സന്തോഷമുണ്ടോ? ഓ, നീ ലൂഫിയെ പറ്റിയാണോ പറയുന്നേ? അവൻ കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട്. ഡോ കിളവാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ അർഹതയുണ്ടായിരുന്നോ? ഈ ഒരു പാസ്റ്റ് ആലോചിച്ചെടുക്കുന്ന എയ്സിന് ഒരുപാട് സങ്കടമാവുന്നു. ഇപ്പൊ ഇവിടെ താഴെ വീണ് കിടക്കുന്ന ലൂഫിയെ ട്രീറ്റ്മെന്റിന് വേണ്ടി കപ്പലിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ ഇവാൻഗോ അവളുടെ ആൾക്കാരോട് പറയുന്നു. പെട്ടെന്ന് ബോധം വരുന്ന ലൂഫി ഇവാൻഗോയുടെ കാലിലേക്ക് പിടിച്ചു. എന്നിട്ട് അവസാനമായിട്ട് അവനൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറയുന്നു. ഇപ്പൊ എയ്സ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല, ഈ സമയത്ത് എനിക്ക് വീണ്ടും ജീവിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് എയ്സ് കരയുന്നത് കേട്ട് ഗാർപ്പിന് സഹിക്കുന്നില്ല. ഇതേ സമയത്ത് ബഗ്ഗിക്ക് ബോധം വരുന്നു. ബോധം വന്ന ബഗ്ഗി അവൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവന്റെ ആൾക്കാരെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ട്രാൻസ്പോണ്ടർ സ്നെയിൽ ഇല്ലാതാക്കാൻ വേണ്ടി കൂസാൻ ബഗ്ഗിയെ ഐസാക്കി മാറ്റി. ശേഷം അക്കൈനുവിന്റെ അറ്റാക്ക് കാരണം ചൂടായിരുന്ന വെള്ളത്തിലേക്ക് ബഗ്ഗി വീണ് അവന്റെ ബോഡിയിലുള്ള ഐസ് മുഴുവൻ അലിഞ്ഞു. എന്നിട്ട് അവന്റെ ആൾക്കാർ അവനെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് ഇതൊക്കെ കേൾക്കുന്ന ബഗ്ഗി മറൈൻസിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവന്റെ ആൾക്കാരുടെ മുന്നിൽ സ്റ്റാർ ആവുന്നു. ഇവിടെ ഇപ്പൊ അക്കൈനുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറ്റ് ബിയർഡ് പെട്ടെന്ന് മുട്ടുകുത്തി താഴേക്ക് വീഴുന്നു. അദ്ദേഹത്തിന്റെ വായ്ക്കകത്ത് നിന്ന് ഒരുപാട് ചോര വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്രായമായതിനെ തുടർന്ന് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നതാണ്. താഴേക്ക് വൈറ്റ് ബിയർഡ് വീഴുന്നത് കണ്ട് മാർക്കോ വൈറ്റ് ബിയർഡിനെ സഹായിക്കാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നിർത്തിവെച്ച് വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് ഓടി വരുന്ന സമയത്ത് കിസാറു പെട്ടെന്ന് അവന്റെ പവർ യൂസ് ചെയ്ത് മാർക്കോയെ ഷൂട്ട് ചെയ്തു. മാർക്കോയ്ക്ക് സംഭവിച്ചത് കണ്ട് കൂസാനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ജോസ് തിരിയുമ്പോൾ കൂസാൻ പെട്ടെന്ന് അവനെ ഐസാക്കി മാറ്റി. അങ്ങനെ നിലത്ത് നിന്ന് എണീക്കാൻ ശ്രമിക്കുന്ന വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് അക്കൈനു വന്ന അവന്റെ മാഗ്മ പവർ ഉപയോഗിച്ച് വൈറ്റ് ബിയർഡിന്റെ നെഞ്ചത്തേക്ക് ഒരു പഞ്ച് കൊടുക്കുന്നു. ഇതേ സമയത്ത് ലൂഫിയുടെ അടുത്തേക്ക് ഓടി വരാൻ ശ്രമിക്കുന്ന കോബിയോട് ഹെൽമിപ്പ് പറയും, നോക്കൂ കോബി, നമ്മൾ നേവിയാണ് ഈ ഫൈറ്റിൽ ജയിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ അഡ്മിറൽ അക്കൈനു വൈറ്റ് ബിയർഡിനെ തോൽപ്പിക്കാനായി. അതുപോലെ അഡ്മിറൽ കിസാറു മാർക്കോയെ, അഡ്മിറൽ കൂസാൻ ജോസിനെ, അതുപോലെ സ്ട്രോ ഹാറ്റിനെ ഇനി ഒരിക്കലും ഇത്രയും പരിക്ക് പറ്റിയിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് കേട്ട കോബിക്ക് പണ്ട് ലൂഫിയുടെ അടുത്ത് നിന്ന് നടന്ന കാര്യം ഓർമ്മ വരുന്നു. കോബി ഒരു അഡ്മിറൽ ആയതിനു ശേഷം മാത്രമേ ഇനി ലൂഫിയെ കാണാൻ പോകുന്നുള്ളൂ എന്നിങ്ങനെ പണ്ട് വാട്ടർ സെവനിൽ നടന്ന കാര്യം കോബി ഓർത്തിട്ട്, ഒരു അഡ്മിറൽ ആവണമെന്നുള്ള എന്റെ ആഗ്രഹത്തിന്റെ അടുത്ത് പോലും ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ലൂഫി അവന്റെ ആഗ്രഹം ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും അവൻ ഇത്രയും ശക്തിയുണ്ട്. പകരം ഞാനാവട്ടെ ഒരു നേവി സോൾജർ ആണെന്ന് പറഞ്ഞ് ഓടി ഒളിച്ചു എന്നിങ്ങനെ കോബി ചിന്തിക്കുന്നു. ശേഷം ലൂഫിയുടെ അടുത്തുള്ള ഇവാൻഗോ, നിന്റെ ശരീരത്തിൽ ഞാൻ ഇനിയും എനർജി ഹോർമോൺ കുത്തിവെക്കണം എന്നാണ് നീ പറയുന്നത്? അതൊരിക്കലും നടക്കില്ല സ്ട്രോ ബോയ്. ഇമ്പൽ ഡൗണിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണ്. ഇനിയും നീ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുശേഷം നീ മരിച്ചു പോവും. അത് കേട്ട ലൂഫി പെട്ടെന്ന് ഇവാൻഗോയെ പിടിച്ച്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തിട്ട് ഞാൻ മരിച്ചു പോയാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ യുദ്ധം ചെയ്യാൻ സമ്മതിക്കേ ഇവ ചാൻ. എനിക്കിപ്പോ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എനിക്ക് എയ്സിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എന്നാൽ അതിനുശേഷം ഞാൻ എന്റെ സ്വന്തം ജീവൻ എടുക്കും. അതുകൊണ്ട് എനിക്കിപ്പോ ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി താ. അത് കേട്ട് ഇവാൻഗോ, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല സ്ട്രോ ബോയ്. നീ ഇവിടെ വെച്ച് മരിച്ചാ പിന്നെ എനിക്ക് ഡ്രാഗന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ഞാനത് ചെയ്തു തരില്ല എന്ന് ഇവാൻഗോ പറയുന്നു. ഇതേ സമയത്ത് മറൈൻസ് എയ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് വരുന്നു. ഇവിടെ നമ്മുടെ ലൂഫിയുടെ അവസ്ഥ കണ്ട് അവസാനം ഇവാൻഗോ ആ ഇഞ്ചക്ഷൻ ലൂഫിയുടെ ബോഡിയിലേക്ക് കുത്തിവെച്ചു. അങ്ങനെ ഇഞ്ചക്ഷൻ കിട്ടിയ ലൂഫി അല്ലറി വിളിച്ച് എഴുന്നേൽക്കുകയാണ്. ഇതേ സമയത്ത് മറൈൻസ് എയ്സിന്റെ എക്സിക്യൂഷൻ തുടങ്ങാനായി. ഇവിടെ എയ്സിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ലൂഫി എല്ലാവരെയും അടിച്ച് താഴെയിട്ട് മുന്നോട്ട് വരുമ്പോ അവന്റെ മുമ്പിൽ അവനെ തടയാൻ വേണ്ടി കോബി നിൽക്കുന്നു. പക്ഷെ ലൂഫി ഒരേ ഒരു പഞ്ചിനെ കോബിയെ അടിച്ച് താഴെയിട്ടു. എന്നിട്ടും മുന്നോട്ട് ഓടി വരുന്ന ലൂഫിയെ പസഫിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്നു. ശേഷം എല്ലാ പസഫിസ്റ്റുകളും ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ലൂഫിയുടെ മുമ്പിൽ ബോവ ഹാൻകോക്ക് കയറി നിൽക്കുന്നു. ബോവയെ സ്കാൻ ചെയ്യുന്ന പസഫിസ്റ്റുകൾ അവൾ അവരിൽ ഒരാളാണെന്ന് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ബോവയ്ക്ക് നന്ദി പറഞ്ഞ് ലൂഫിയും ഇവാൻഗോയും അവിടെ നിന്ന് ഓടി പോവാണ്. ഇതേ സമയത്ത് ഇവിടെ വൈറ്റ് ബിയറിന്റെ അടുത്ത് അദ്ദേഹം അക്കൈനുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് മാർക്കോ അദ്ദേഹത്തെ സഹായിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് കിസാറു വീണ്ടും മാർക്കോയെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ടും മാർക്കോ നിൽക്കാതെ വൈറ്റ് ബിയറിന്റെ അടുത്തേക്ക് ഓടി പോവാണ്. അപ്പോൾ ഒരു വൈസ് അഡ്മിറൽ മാർക്കോയെ പിടിച്ച് അവന്റെ കയ്യിൽ സീപ്രിസം സ്റ്റോൺ ഇടുന്നു. ഉടനെ കിസാറു വീണ്ടും മാർക്കോയെ ഷൂട്ട് ചെയ്ത് താഴെയിട്ടു. ഇതിനിടയിൽ കൂസാനാവട്ടെ ജോസിനെ മുഴുവനായിട്ട് ഐസാക്കി മാറ്റി. മറ്റൊരു ഭാഗത്ത് എല്ലാവരും ചേർന്ന് ജീൻബേയെ ചങ്ങലയിട്ട് പിടിച്ചു. പെട്ടെന്ന് സെങ്കോക്കു എല്ലാവരോടും വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ പറയാണ്. അത് കേട്ട എല്ലാ മറൈൻ സോൾജേഴ്സും ഓടി വന്ന് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരുപാട് പേര് വൈറ്റ് ബിയർഡിനെ ഷൂട്ട് ചെയ്തു. ഒരുപാട് പേര് വൈറ്റ് ബിയർഡിനെ കുത്തി. അവസാനം വൈറ്റ് ബിയർഡിന്റെ മുഖത്തൊരു കാനോൺ അറ്റാക്കും ചെയ്തു. അങ്ങനെ വൈറ്റ് ബിയർഡ് പുറകിലേക്ക് വീഴാൻ പോകുന്നു. പെട്ടെന്ന് വൈറ്റ് ബിയർഡ് നിലത്തേക്ക് ചവിട്ടി മുൻപിലേക്ക് ആഞ്ഞു വരുന്നു. മാറി നിൽക്ക്, നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന്? അതും ഇത്രയും പെട്ടെന്ന്? എനിക്ക് ആരുടെയും സഹായം വേണ്ട. കാരണം ഞാനാണ് വൈറ്റ് ബിയർഡ് ഒറാഷിറോയേതാ എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന എല്ലാത്തിനെയും ഒരേ ഒരു വെട്ടുകൊണ്ട് വെട്ടി നിരത്തി. വൈറ്റ് ബിയർഡിന്റെ ഒരേ ഒരു വെട്ടുകൊണ്ട് അവിടെയുള്ള എല്ലാവരും തെറിച്ചുപോയി. അതുകൊണ്ട് സെങ്കോക്കു അവന്റെ ആൾക്കാരോട്, ആരും മടിച്ചു നിൽക്കല്ലേ, അയാൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും അറ്റാക്ക് ചെയ്യേ. അത് കേട്ട് എല്ലാ മറൈൻ ഓഫീസേഴ്സും വീണ്ടും
വീണ്ടും വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് ചുറ്റും വളഞ്ഞു. അപ്പോൾ അത് കണ്ട് മറൈൻസ് പിടിച്ചു വെച്ചിരുന്ന ജീംബെ അവരെയൊക്കെ തട്ടിമാറ്റി. അതുപോലെ വൈറ്റ് ബിയർഡിന്റെ മുഴുവൻ കമാൻഡേഴ്സും ഇവരെല്ലാവരും വൈറ്റ് ബിയർഡിനെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. ഇതേ സമയത്ത് സെങ്കോക്കു പറഞ്ഞനുസരിച്ച് അവർ പെട്ടെന്ന് എയ്സിനെ കൊല്ലാൻ പോകുന്നു. അത് കാണുന്ന വൈറ്റ് ബിയർഡ് തടയാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ചോര വന്ന് താഴേക്ക് മുട്ടുകുത്തി വീഴുന്നു. ഉടനെ അവർ എയ്സിനെ വെട്ടാൻ തുടങ്ങിയതും ഓടി വന്ന ലൂഫി അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. അപ്പൊ ലൂഫിയുടെ അകത്ത് നിന്ന് എന്തോ ഒരു പവർ വരികയാണ്. ആ പവർ കാരണം എയ്സിനെ വെട്ടാനിരുന്ന ആൾക്കാർ ബോധം കെട്ട് താഴെ വീണു. മറൈൻഫോർഡിലെ ഒട്ടുമിക്ക എല്ലാവരും ബോധം കെട്ട് താഴെ വീണു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈററ്റ്, അതാണ് കോൺഗ്രസ് ഹാക്കി എന്ന് പറഞ്ഞ് ലൂഫിയുടെ അകത്ത് നിന്ന് വന്ന പവറിന്റെ പേര് പറയുന്നു. ലൂഫിയുടെ അകത്ത് നിന്ന് ഈ ഒരു കോൺഗ്രസ് ഹാക്കി പുറത്തേക്ക് വന്നത് കണ്ട് സെങ്കോക്കു, അഡ്മിറൽസ്, മറൈൻഫോർഡിലുള്ള എല്ലാവരും ഷോക്കാവുകയാണ്. പോപ്സിന്റെയും റെഡ് ഹെയർ ഷാങ്സിന്റെയും പോലെ അവൻ ആ കോൺഗ്രസ് ഹാക്കി ഉപയോഗിച്ചു എന്ന് വൈറ്റ് ബേഡ്സിലെ ഒരു കമാൻഡർ ലൂഫി ഉപയോഗിച്ച കോൺഗ്രസ് ഹാക്കി അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നു. അപ്പൊ ഗാർപ്പ് ആവട്ടെ അവനത് പഠിച്ചെടുത്തതല്ല, അവനത് ജനിക്കുമ്പോഴേ ഉണ്ട്. ലൂഫി അവർക്ക് നേരെ ഓടി വരുന്നത് കണ്ട് ഒരു നേവി അഡ്മിറൽ കോൺഗ്രസ് ഹാക്കി അവനത് ഉപയോഗിച്ചതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവൻ റവല്യൂഷണറി ഡ്രാഗന്റെ മകനാണ്. ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ലൂഫിയുടെ അകത്ത് അവൻ അങ്ങനെയുള്ള ഒരു പവർ ഉണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്നും അറിയില്ല. ലൂഫിയുടെ അകത്ത് നിന്ന് അവൻ പോലും അറിയാതെ വന്ന പവറാണ് ഈ കോൺഗ്രസ് ഹാക്കി. ഇപ്പൊ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഓടി വരുന്ന ലൂഫിയെ ഒരുപാട് മറൈൻസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. പെട്ടെന്ന് വൈറ്റ് ബിയർഡ് എയറിലൊരു ഒറ്റയടി, ആ ഷോക്ക് വേവിൽ അവരൊക്കെ തെറിച്ചു പോകുന്നു. ഉടനെ ഒരുപാട് മറൈൻസ് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ട്. അപ്പൊ വൈറ്റ് ബിയർഡ് എയറിൽ അടിച്ച് അതിൽ നിന്ന് വരുന്ന ഷോക്ക് വേവ് കൊണ്ട് അവരെയൊക്കെ അകറ്റുന്നു. ഇപ്പൊ വൈറ്റ് ബിയർഡിന്റെ മുഴുവൻ കമാൻഡേഴ്സും വൈറ്റ് ബിയർഡിനെ സഹായിക്കുന്നത് കണ്ട് പെട്ടെന്ന് വൈറ്റ് ബിയർഡ് അവരോട് പറയും, എല്ലാവരും ഈ സമയം മുതൽ നിങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് സ്ട്രോ ഹാറ്റ് ലൂഫിയെ സഹായിക്കുക. അത് കേട്ട് എല്ലാ കമാൻഡേഴ്സും ഷോക്കായി. പെട്ടെന്ന് കിസാറു അവന്റെ ആൾക്കാരോട് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവന്റെ ആൾക്കാർ ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഉടനെ വൈറ്റ് ബിയർഡ്സിലെ കമാൻഡേഴ്സ് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വന്നവരെ തടഞ്ഞു നിർത്തി. കൂടാതെ വൈറ്റ് ബിയർഡ്സിലെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ലൂഫിയെ സഹായിക്കാൻ അവന്റെ പുറകെ തന്നെയുണ്ട്. അപ്പൊ ലൂഫിയോട് ഇവാൻഗോ, സ്ട്രോ ബോയ്, ഇതൊരു വലിയ കാര്യമാണ്. വേൾഡിലെ ഗ്രേറ്റസ്റ്റ് പൈററ്റ് നിന്നെ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷയും ഇപ്പൊ നിന്റെ മേലിലാണ്. അതുകൊണ്ട് നീ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ തകർക്കല്ലേ. അതിന് ലൂഫി, അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇവിടേക്ക് വന്നത് ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ലൂഫി എയ്സിനെ നോക്കി മുമ്പോട്ട് തന്നെ ഓടി പോവാണ്. ഇവിടെ വൈറ്റ് ബിയർഡ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്ത് മാറ്റുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയതുകൊണ്ട് ഇനി എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷ ഇനി ലൂഫിയിലേക്ക് മാത്രമാണ്. നേരത്തെ എയ്സിനെ വൈറ്റ് ബിയർഡിന്റെ കൺമുമ്പിൽ വെച്ച് നഷ്ടപ്പെടാനായപ്പോ ലൂഫി ഒരാൾ മാത്രമാണ് അത് സംഭവിക്കാതിരിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് വൈറ്റ് ബിയർഡ് അദ്ദേഹത്തിന്റെ എല്ലാ ആൾക്കാരോടും ലൂഫിയെ സഹായിക്കാൻ പറഞ്ഞത്. കൂടാതെ ലൂഫിയുടെ പേരിന്റെ കൂടെയുള്ള ഡി എന്ന വാക്ക്, അതിന്റെയും കാര്യങ്ങൾ എന്തൊക്കെയോ വൈറ്റ് ബിയർഡിന് അറിയാം. സോ വൈറ്റ് ബിയർഡ് തീർത്തും ലൂഫി വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഓടി വരുന്ന ലൂഫിയെ മീഹോക്ക് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ മിസ്റ്റർ വൺ അത് തടഞ്ഞു. എന്നിട്ട് ലൂഫി അവിടുന്ന് ഓടി പോയതിനു ശേഷം മീഹോക്ക് മിസ്റ്റർ വണ്ണിനെ അറ്റാക്ക് ചെയ്ത് താഴെയിട്ട് ലൂഫിയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. മീഹോക്ക് ലൂഫിയെ വെട്ടാൻ അടുത്തെത്തിയതും പെട്ടെന്ന് നമ്മുടെ സർ ക്രോക്കോഡൈൽ മീഹോക്കിനെ തടഞ്ഞ് ലൂഫിയോട് അവിടുന്ന് പോവാൻ പറഞ്ഞു. സോ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ക്രോക്കോഡൈൽ ലൂഫിയെ രക്ഷിക്കുന്നതെന്ന് നമ്മളൊന്ന് ഓർക്കണം. ഒരു മുഴുവൻ സാഗയിൽ വില്ലനായിട്ട് വന്ന ക്രോക്കോഡൈൽ വീണ്ടും മറ്റൊരു സാഗയിൽ വന്ന് പ്രൊട്ടഗോണിസ്റ്റിനെ സഹായിക്കുന്നു. അതെന്തിനു വേണ്ടി ഒന്നും നമുക്കറിയില്ല. പക്ഷെ ക്രോക്കോഡൈൽ ലൂഫിയെ വീണ്ടും വീണ്ടും സഹായിച്ചു. ഇവിടെ ഓടി വരുന്ന ലൂഫിയെ പസഫിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ ബോവ ഹാൻകോക്ക് അതിന്റെ മുമ്പിൽ കയറി നിന്നു. അങ്ങനെ പസഫിസ്റ്റുകൾ ലൂഫിയെ അറ്റാക്ക് ചെയ്യുന്നില്ല. ശേഷം ഓടി പോകുന്ന ലൂഫിയെ കാണുന്ന ബഗ്ഗിക്ക് അവനോട് ദേഷ്യം വരുന്നു. കാരണം ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ലൂഫി സ്റ്റാർ ആവും. അങ്ങനെ ബഗ്ഗിയുടെ ആൾക്കാർ മുഴുവൻ അവനെ തള്ളി പറയും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഐസായിട്ട് മാറിയ ട്രാൻസ്പോണ്ടർ സ്നെയില് അക്കൈനുവിന്റെ അറ്റാക്ക് കാരണം ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് പഴയതുപോലെ ആക്കിയെടുക്കാൻ അവന്റെ ആൾക്കാരോട് പറയുന്നു. അങ്ങനെ ബഗ്ഗിയുടെ ആൾക്കാർ ആ ട്രാൻസ്പോണ്ടർ സ്നെയിൽ പഴയതുപോലെ ആക്കി. എന്നാൽ അതിലുള്ള സ്നെയിലിന് ഇപ്പൊ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അത് കണ്ട് ബഗ്ഗി, ഞാനിങ്ങനെ മണ്ടത്തരം കാണിച്ചിരിക്കുകയാണെങ്കിൽ ആ നാശം പിടിച്ച സ്ട്രോ ഹാറ്റ് എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും എന്ന് ബഗ്ഗി ചിന്തിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഓടി വരുന്ന ലൂഫി ഒരുപാട് മറൈൻസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ അവരെയൊക്കെ ലൂഫിയുടെ കൂടെയുള്ള വൈറ്റ് ബിയർഡ്സിലെ പൈററ്റ്സ് ചേർന്ന് എതിർക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിയർഡ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജീൻ ബേ വന്ന് വൈറ്റ് ബിയർഡിനെ സഹായിക്കുന്നു. അത് കാണുന്ന വൈറ്റ് ബിയർഡ്, നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നോട് ഞാൻ സ്ട്രോ ഹാറ്റിനെ സഹായിക്കാനല്ലേ പറഞ്ഞേ? നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ ഞാൻ നിങ്ങളുടെ ക്രൂവിലെ ഒരാളല്ല എന്ന് തിരിച്ച് ജീൻ ബേ വൈറ്റ് ബിയർഡിനോട് പറയുന്നത് കേട്ട് വൈറ്റ് ബിയർഡ് ചിരിക്കുന്നു. ഇവിടെ ലൂഫി എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് പെട്ടെന്ന് ഓടി വരുമ്പോൾ എല്ലാ പൈററ്റ്സും ചേർന്ന് ലൂഫിക്ക് കടന്നു പോകാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. അതായത് അവരെല്ലാവരും മറൈൻസിനെ തടഞ്ഞു നിർത്തി ലൂഫിക്ക് എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് പെട്ടെന്നെത്താൻ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ലൂഫി ആ വഴിയിലൂടെ എക്സിക്യൂഷൻ സ്റ്റേജിൽ നോക്കി ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവാൻഗോ തന്റെ കൂടെയുള്ള ഇനാസുമയെ പുറത്തേക്ക് വിളിച്ചു. കാരണം എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് എത്താൻ ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ ഒരു പാലോ വേണം. അതുകൊണ്ടാണ് ഇവാൻഗോ ഇനാസുമ മുഴുവനായിട്ട് റിക്കവർ ആവാഞ്ഞിട്ട് പോലും ഇപ്പൊ തൽക്കാലം ലൂഫിയെ സഹായിക്കാൻ വേണ്ടി പുറത്തേക്ക് വിളിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇനാസുമ തന്റെ പവർ യൂസ് ചെയ്ത് താഴെയുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് അത് എക്സിക്യൂഷൻ ഗ്രൗണ്ടിലേക്ക് കയറാനുള്ള ഒരു പാലമാക്കിയിട്ടു. ഇനി ലൂഫിക്ക് അതിലൂടെ ഈസിന്റെ അടുത്തേക്ക് എത്താം. അങ്ങനെ ഓടി വരുന്ന ലൂഫിയെ പെട്ടെന്ന് മറൈൻസ് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ വൈറ്റ് ബേഡ്സിലെ കമാൻഡേഴ്സ് അതൊക്കെ തടഞ്ഞു നിർത്തി ലൂഫിയെ രക്ഷിക്കുന്നു. എന്നിട്ടും ലൂഫി മുന്നിലേക്ക് ഓടി വരുമ്പോൾ കുറച്ചു മറൈൻസ് അവന്റെ വഴിയിൽ അവനെതിരെ നിൽക്കുന്നു. അപ്പൊ ലൂഫി അവരെയൊക്കെ അടിച്ച് അവസാനം ആ പാലത്തിന്റെ മുകളിലേക്ക് ഓടി കയറി. എന്നിട്ടും ലൂഫിയെ ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ അവരെ
അവരെയൊക്കെ ഇവാൻഗോയും വൈറ്റ് ബേഡ്സിലെ പൈററ്റ്സും ചേർന്ന് തടഞ്ഞു നിർത്തി. അങ്ങനെ പാലത്തിന്റെ മുകളിലൂടെ ഓടി വരുന്ന ലൂഫിയെ കണ്ട് കിസാറു അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വൈറ്റ് ബേഡ് കിസാറുവിനെ അടിച്ച് താഴെയിട്ടു. ഇവിടെ എയ്സിന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി വരുന്ന ലൂഫി എയ്സ് ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞ് ഓടി വരുമ്പോ പെട്ടെന്ന് ഗാർപ്പ് ആ പാലത്തിന്റെ മുകളിലെത്തി ലൂഫിയെ തടയാൻ വേണ്ടി നിൽക്കുന്നു. ഗാർപ്പ് പാലത്തിന്റെ മുകളിലേക്ക് വന്നത് ആ പാലത്തിന്റെ നടുഭാഗം പൊളിച്ചിട്ടാണ്. അതുകൊണ്ട് വൈകാതെ തന്നെ ആ പാലം തകർന്ന് താഴെ വീഴും. ഇപ്പൊ ഗാർപ്പിനെ കണ്ട ലൂഫി മുത്തശ്ശ എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, ഞാൻ എവിടേക്കും മാറാൻ പോകുന്നില്ല, കാരണം ഞാൻ നേവിയിലെ ഒരു വൈസ് അഡ്മിറലാണ്. നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ പൈററ്റ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിനക്കിതിലൂടെ കടന്നു പോകണമെങ്കിൽ ആദ്യം നീ എന്നെ കൊല്ലണം എന്ന് ഗാർപ്പ് പറഞ്ഞതിന് ലൂഫി പ്ലീസ് മുത്തശ്ശ എന്നെ കടന്നു പോകാൻ സമ്മതിക്കേ എന്ന് ലൂഫി പറയുന്നത് കേട്ടിട്ടും ഗാർപ്പ് മാറുന്നില്ല. ഇവിടെ ഇപ്പൊ താഴെ കുറച്ച് മറൈൻസ് ചേർന്ന് ലൂഫിയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് അവരെ ബോവ ഹാൻകോക്ക് കല്ലാക്കി മാറ്റി. അത് കണ്ട് അവിടേക്ക് വരുന്ന മറ്റു മറൈൻസ് പൈററ്റ് എംപ്രസ് നിങ്ങൾ സത്യത്തിൽ ആരുടെ കൂടെയാണ്? തീർച്ചയായിട്ടും ഞാൻ ലൂഫിയുടെ ഒപ്പമാണ്. പക്ഷെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് വൈസ് അഡ്മിറൽ ഗാർപ്പിന്റെ ദേഹത്തേക്ക് കൊണ്ടാലോ? വൈസ് അഡ്മിറൽ ഗാർപ്പ് മറ്റാരുമല്ല എന്റെ മുത്തശ്ശനാണ്. നിങ്ങളുടെ മുത്തശ്ശനോ വൈസ് അഡ്മിറൽ ഗാർപ്പോ? ലൂഫി എന്നെ കല്യാണം കഴിച്ചാൽ അദ്ദേഹം എന്റെ മുത്തശ്ശനായിട്ട് മാറും എന്ന് ബോവ ഹാൻകോക്ക് ഗാർപ്പ് അവളുടെ മുത്തശ്ശനാണെന്നുള്ള രീതിയിൽ പറയുന്നു. ഇവിടെ ഓടി വരുന്ന ലൂഫിയോട് ഗാർപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിനക്ക് കടന്നു പോകണമെങ്കിൽ നീ എന്നെ കൊല്ലണം. അത് കേട്ട ലൂഫിക്ക് പണ്ട് അവൻ ഗാർപ്പിന്റെ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്റ് ഓർമ്മ വരുന്നു. കുരങ്ങുകളുടെ കൂടെ കാട്ടില് ലൂഫിയെ ഗാർപ്പ് ട്രെയിൻ ചെയ്യിക്കുന്നു. എന്നിട്ട് അവറ്റങ്ങളുടെ അടുത്ത് നിന്ന് അടി കിട്ടുന്ന ലൂഫി എന്തിനാ ഇവറ്റങ്ങളെ കൊണ്ട് എന്നെ തല്ലിക്കുന്നേ എന്ന് ലൂഫി ഗാർപ്പിനോട് ചോദിക്കുന്നു. അതിന് ഗാർപ്പ് ആവട്ടെ ഇത് നിന്റെ ട്രെയിനിങ് ആണ്, കാരണം നീ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നേവി ഓഫീസർ ആവാൻ. ഹേയ് എനിക്ക് നേവി ഓഫീസർ ഒന്നും ആവണ്ട, ഞാൻ പൈററ്റ് ആയിക്കോളാം. അത് കേട്ട ഗാർപ്പ് ലൂഫിയുടെ തലക്കിട്ടൊരു അടി കൊടുത്തു. ഇത് കഴിഞ്ഞ് ഗാർപ്പ് ലൂഫിയെ വേറൊരു കുരങ്ങന്റെ കൂടെ ട്രെയിനിങ് ചെയ്യിക്കുന്നു. എന്നിട്ട് ലൂഫി ആ കുരങ്ങനെ അടിക്കുമ്പോൾ അവന്റെ കൈ ഒരു മരത്തിന്റെ മുകളിൽ കുടുങ്ങി അവൻ തൂങ്ങിയാടും. അപ്പൊ ഗാർപ്പിനോട് ലൂഫി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഞാനൊരു പൈററ്റ് ആവില്ല. അത് കേട്ട ഗാർപ്പ് ആവട്ടെ അങ്ങനെ വരട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാനൊരു സാധാ പൈററ്റ് ആവില്ല, പകരം എനിക്ക് കിങ് ഓഫ് ദ പൈററ്റ് ആവണം എന്ന് തിരിച്ച് ലൂഫി. അതിന് ഗാർപ്പ് ആ കുരങ്ങനോട് പോവാൻ പറഞ്ഞിട്ട് നിന്നെ എന്ത് വന്നാലും ഞാൻ പൈററ്റ് ആക്കില്ലടാ എന്ന് പറഞ്ഞ് ചവിട്ടി തെറിപ്പിക്കുന്നു. ശേഷം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്ന ലൂഫിയെ തോളിലെടുത്ത് കൊണ്ടുവരുന്ന ഗാർപ്പ് എനിക്കറിയാം എന്നെ പോലെ പേടിപ്പിക്കുന്ന ഒരു മുത്തശ്ശനെ നിനക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ലൂഫി ഞാൻ നിന്നെ കഠിനമായിട്ട് ട്രെയിനിങ് ചെയ്യിക്കുന്നതിന്റെ കാരണം ഒരിക്കലും വഴി തെറ്റി പോവാത്ത ഒരു നേവി ഓഫീസർ ആക്കാൻ വേണ്ടിയാണ്. അതാണ് എന്റെ ആഗ്രഹം. ലൂഫി ഇന്ന് ഞാൻ നേവിയിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണ്ട അത്ര തിന്നാം എന്ന് പറഞ്ഞ് ഗാർപ്പ് പൊട്ടിച്ചിരിക്കുന്നു. അപ്പൊ ലൂഫി ഗാർപ്പിനെ മുറുക്കി പിടിക്കുന്നു. ഇപ്പൊ ഈ പാസ്റ്റ് ഓർത്തെടുക്കുന്ന ലൂഫി എനിക്കിത് ചെയ്യാൻ കഴിയില്ല മുത്തശ്ശ, എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, നിനക്കിത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എയ്സ് ഉറപ്പായിട്ടും മരിക്കും. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല ലൂഫി, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ലൂഫി ഞാൻ നിന്നെ ഒരു ശത്രുവായിട്ടാണ് കണക്കാക്കിയത് എന്ന് ഗാർപ്പ് പറയുന്നത് കേട്ട് ലൂഫി വേറെ വഴിയില്ലാതെ അവന്റെ ഗിയർ 2 ആക്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് ലൂഫി ഗാർപ്പിനെയും ഗാർപ്പ് ലൂഫിയെ അടിക്കാൻ തുടങ്ങിയപ്പോ ഗാർപ്പിന് കുട്ടികളായ ലൂഫിയുടെ എയ്സിന്റെയും മുഖം മനസ്സിലേക്ക് വരുന്നു. അതുകൊണ്ട് ഗാർപ്പ് ലൂഫിയെ അടിച്ചില്ല. പെട്ടെന്ന് ലൂഫി ഗാർപ്പിനെ അടിച്ചു മാറ്റി. അത് ലൂഫിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. പക്ഷെ എന്നാലും ലൂഫി അത് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ അടി കിട്ടിയ ഗാർപ്പ് താഴേക്ക് വന്ന് പതിച്ചു. ഇപ്പൊ ലൂഫി ഓടി വന്നുകൊണ്ടിരിക്കുമ്പോ ആ പാലം തകർന്നു പോകുന്നു. പക്ഷെ തകർന്നു പോകുന്ന പാലത്തിന്റെ ഓരോ കഷ്ണത്തിൽ ചവിട്ടി ലൂഫി അവസാനം എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് എത്തി, അതായത് എയ്സിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ലൂഫി അവന് ബോവ ഹാൻകോക്ക് കൊടുത്ത ചാവി അവന്റെ പോക്കറ്റിന്റെ അകത്തുനിന്ന് എടുത്ത് എയ്സിന്റെ ലോക്ക് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്തുള്ള സെങ്കോക്കു ഒരു പ്രകാശത്തോടെ വലുതാവാൻ തുടങ്ങുന്നു. അങ്ങനെ സെങ്കോക്കു ഒരു വലിയ മിത്തിക്കൽ ക്രീച്ചറായിട്ട് മാറി. ഇതാണ് സെങ്കോക്കുവിന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ. പെട്ടെന്ന് ലൂഫി ആ ചാവി കൊണ്ട് എയ്സിന്റെ ലോക്ക് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ കിസാറു ആ ചാവി ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുന്നു. അതുപോലെ സെങ്കോക്കു ലൂഫിയെയും എയ്സിനെയും ഇവിടെ വെച്ച് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് താഴേക്ക് പൊട്ടി വീണ ചാവിയുടെ സൗണ്ട് കേട്ട് നേരത്തെ ലൂഫിയുടെ കോൺഗ്രസ് ഹാക്കി കാരണം ബോധം കെട്ട് വീണ ഒരാൾ എഴുന്നേറ്റ് വരുന്നത്. അത് നമ്മുടെ മിസ്റ്റർ 3 ആണ്. മിസ്റ്റർ 3യെ കണ്ട ലൂഫി അത്ഭുതത്തോടെ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നു. അതിന് തിരിച്ച് മറുപടി പറയാനൊന്നും സമയമില്ല. അപ്പോഴേക്കും സെങ്കോക്കു അവരെ അറ്റാക്ക് ചെയ്തു. പെട്ടെന്ന് ലൂഫി മിസ്റ്റർ 3യോട് അവന്റെ പവർ യൂസ് ചെയ്ത് ഒരു വാൾ ക്രിയേറ്റ് ചെയ്ത് എയ്സിനെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് ലൂഫി ഗിയർ 3 ആക്ടിവേറ്റ് ചെയ്ത് ഒരു ബലൂൺ ആയിട്ട് മാറി. ബലൂൺ ആയിട്ട് മാറുന്ന ലൂഫിയെയാണ് സെങ്കോക്കു അടിക്കുന്നത്. അപ്പൊ താഴെ മിസ്റ്റർ 3 ഒരു വാൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് എയ്സിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ സെങ്കോക്കുവിന്റെ പഞ്ച് കാരണം എക്സിക്യൂഷൻ സ്റ്റേജ് തകർന്നു പോകുന്നു. അങ്ങനെ എയ്സും ലൂഫിയും മിസ്റ്റർ 3യും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിസ്റ്റർ 3 പെട്ടെന്ന് ലൂഫിയോട് എനിക്ക് ആ ചാവി ഉണ്ടാക്കാൻ കഴിയും, നീ പെട്ടെന്ന് അവന്റെ വിലം കഴിക്കുക എന്ന് പറഞ്ഞ് മിസ്റ്റർ 3 ആ ചാവി ഉണ്ടാക്കുമ്പോഴാണ് എങ്ങനെയാണ് മിസ്റ്റർ 3 ഇവിടേക്ക് എത്തിയെന്ന് കാണിക്കുന്നത്. നേരത്തെ മറൈൻസിനെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന സമയത്താണ് എയ്സിനെ രണ്ടാമതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാര് സംസാരിക്കുന്നത് മിസ്റ്റർ 3 കേട്ടത്. അവര് പറയുന്നത് എയ്സിനെ രക്ഷിക്കാൻ പോയ ലൂഫിയെ കിസാറു തടഞ്ഞു നിർത്തി. അത് കേട്ട മിസ്റ്റർ 3 ഷോക്കായി. മിസ്റ്റർ 3ക്ക് അപ്പോൾ ഓർമ്മ വരുന്നത് ബോൺചാൻ ഇമ്പൽ ഡൗണിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്, നീ എന്ത് വില കൊടുത്തും നിന്റെ ബ്രദറിനെ രക്ഷിക്കണമെന്ന്. ലൂഫിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട ബോൺചാനെ, അവരെ അത്രയും പേരെ സഹായിച്ച ബോൺചാനെ ഓർമ്മ വരുന്ന മിസ്റ്റർ 3 ബോൺചാന് വേണ്ടി ലൂഫിയെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എക്സിക്യൂഷൻ ചെയ്യാൻ പോകുന്ന ആളുടെ ബോധം കെടുത്തി മിസ്റ്റർ 3 അയാളുടെ ഡ്രസ്സ് എടുത്തിട്ടു. എന്നിട്ട് അയാൾക്ക് പകരം എക്സിക്യൂഷൻ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് മിസ്റ്റർ 3 ആണ് പോകുന്നത്. ഇങ്ങനെയാണ് മിസ്റ്റർ 3 അവിടേക്ക് എത്തിയത്. ഇപ്പൊ ചാവി ഉണ്ടാക്കിയ മിസ്റ്റർ 3 ലൂഫിയോട് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടേക്ക് എത്തിയത് എന്റെ മരിച്ചുപോയ സുഹൃത്തിനോടുള്ള ആദരവ് കൊണ്ടാണ്. ഇത് പറഞ്ഞ് നീ എന്നെ നോക്കി ചിരിക്കോ
എന്ന് മിസ്റ്റർ 3 ലൂഫിയോട് ചോദിക്കുമ്പോൾ ലൂഫി ഒരിക്കലും ഇല്ല എന്ന് പറയുന്നു. എന്നാ നിന്റെ ബ്രദറിനെ രക്ഷിക്ക് സ്ട്രോ ഹാറ്റ് എന്ന് പറഞ്ഞ മിസ്റ്റർ 3 ആ ചാവി ലൂഫിക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ലൂഫി ആ ചാവി പിടിച്ച് എയ്സിന്റെ വിലങ്ങിലേക്ക് വെച്ചതും മറൈൻസ് അവരെ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരു വലിയ പൊട്ടിത്തെറി അവിടെ നടക്കുന്നു. എയ്സ് രക്ഷപ്പെട്ടോ, ലൂഫിക്ക് എന്തു പറ്റി എന്നൊന്നും അറിയില്ല. എല്ലാവരും എയ്സിനെയും ലൂഫിയെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ ഒരു വിലങ്ങ് മാത്രം താഴേക്ക് വന്ന് വീഴുന്നു. ഇനി എന്താ സംഭവിക്കാൻ പോവാന്ന് നമുക്കറിയാലോ. അവിടെയുള്ള പുകയ്ക്കകത്ത് നിന്ന് വൈറ്റ് ബിയർഡിന്റെ ലോഗോയില് ഒരുപാട് തീ പുറത്തേക്ക് വരുന്നു. അതിന്റെ അകത്തുണ്ട് നമ്മുടെ എയ്സും ലൂഫിയും. ലൂഫി, നീ എപ്പോഴും ഇങ്ങനെയാണ്, ഒരിക്കലും ഞാൻ പറയുന്നത് നീ കേൾക്കാറില്ല, എപ്പോഴും ഇതുപോലെയുള്ള ഓരോന്ന് ചെയ്തു കൂട്ടും എന്ന് പറഞ്ഞ എയ്സ് ലൂഫിയെയും മിസ്റ്റർ 3യെയും കൊണ്ട് പുറത്തേക്ക് വരുന്നു. അത് കാണുന്ന എല്ലാവരും എയ്സ് എന്ന് പറഞ്ഞ് അല്ലറി വിളിക്കുന്നു. എയ്സിനെ കാണുന്ന എല്ലാവർക്കും സന്തോഷമായി, കാരണം അവർക്കെല്ലാം അത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എയ്സ്. ഇനി നമ്മുടെ ലൂഫി രക്ഷപ്പെട്ടത് കണ്ട് ഇവാൻഗോ, ബോവ ഹാൻകോക്ക് ഇവർക്കെല്ലാം സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ എയ്സ് രക്ഷപ്പെട്ടതുകൊണ്ട് അവിടെയുള്ള മറൈൻസ് മുഴുവൻ അവനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി. അത് കാണുന്ന എയ്സ് ആവട്ടെ, ലൂഫി ശ്രദ്ധിക്ക്, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് മാറി നിൽക്ക്. അത് കേട്ട ലൂഫി അവിടെ നിന്ന് മിസ്റ്റർ 3യെ കൊണ്ട് മാറി നിന്നു. ഉടനെ എയ്സ് അവനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മറൈൻസിനെ അവന്റെ പവർ ഉപയോഗിച്ച് മുഴുവൻ തീ കൊണ്ട് എയ്സ് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ എയ്സിനെ ആക്രമിക്കാൻ വന്ന എല്ലാവരും ദൂരേക്ക് തെറിച്ചു വീണു. ഇപ്പൊ എയ്സിന്റെ അടുത്തേക്ക് വരുന്ന ലൂഫിയോട്, ലൂഫി നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എയ്സ് ലൂഫിയോട് ചോദിക്കുന്നു. അതിന് ലൂഫി ആവട്ടെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ എല്ലാ മറൈൻസും അവരെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ഒരു ബുള്ളറ്റ് പോലും എയ്സിന്റെ ദേഹത്തേക്ക് കൊള്ളുന്നില്ല. ലൂഫിയുടെ ദേഹത്തേക്ക് കൊള്ളുന്ന ബുള്ളറ്റ് ആവട്ടെ അവൻ റബ്ബർ ആയതുകൊണ്ട് തിരിച്ച് അവർക്കിട്ട് തന്നെ കൊള്ളുന്നു. ഉടനെ 2 മറൈൻസ് കത്തിയുമായിട്ട് ചാടി വന്ന് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എയ്സ് പെട്ടെന്ന് ലൂഫിയെ താഴ്ത്തി പിടിച്ച് അവന്റെ ഡബിൾ ഫുഡ് പവർ യൂസ് ചെയ്യുന്നു. അങ്ങനെ അവർ എയ്സിനെ വെട്ടുമ്പോൾ അത് എയ്സിന് കൊള്ളുന്നില്ല. എന്നിട്ട് എയ്സ്, ഇവൻ എന്റെ ബ്രദറാണ്, അതുകൊണ്ട് ഇവനെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ചാടി വന്ന് അവിടെയുള്ള എല്ലാവരെയും തീ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ലൂഫി എയ്സും ചേർന്ന് എല്ലാ മറൈൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. ലൂഫി അവന്റെ ഗിയർ 2 യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അതേസമയം എയ്സ് അവന്റെ ഫയർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. ശേഷം എങ്ങനെയാണോ രണ്ടുപേരും പണ്ട് ഒരുമിച്ച് ഓടിക്കൊണ്ടിരുന്നത് അതുപോലെ ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് ഓടിപ്പോകുന്നു. അപ്പൊ എയ്സ് ലൂഫിയോട്, നീ ഒരുപാട് മാറിപ്പോയി ലൂഫി, നീ ഒരുപാട് സ്ട്രോങ് ആയി. അതിന് ലൂഫി, ഒരു ദിവസം ഞാൻ നിന്നേക്കാളും സ്ട്രോങ് ആവും എന്ന് പറയുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ കൂസാൻ അവരുടെ മുന്നിലേക്ക് വരുന്നത്. എയ്സ് ലൂഫിയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കൂസാന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ കൂസാന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന എയ്സ് കൂസാൻ അറ്റാക്ക് ചെയ്തിട്ട് വലിയ ഐസ് അലിയിച്ച് കളയുന്നു. അത് കണ്ട് വൈറ്റ് ബിയർഡ്സിലെ ബാക്കിയുള്ള കമാൻഡേഴ്സ്, അവൻ ഞങ്ങളുടെ 2nd ഡിവിഷൻ കമാൻഡറാണ്, അവന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. ഇതേ സമയത്ത് ഇവിടെ ബഗ്ഗി അവന്റെ ആൾക്കാരോട് ആ ട്രാൻസ്പോർട്ടേഷനിൽ എങ്ങനെയെങ്കിലും വീണ്ടും ശരിയാക്കി എടുക്കാൻ പറയുന്നു. എന്നിട്ട് ബഗ്ഗി അവന്റെ മനസ്സിലെ ഏറെക്കുറെ മരിക്കാറായ വൈറ്റ് ബിയർഡിനെ എനിക്ക് ഇവിടെ വെച്ച് തീർക്കാൻ പറ്റിയാൽ ഞാൻ 4 എംബറേഴ്സിലെ ഒരു ഭാഗമായിട്ട് മാറും എന്ന് ബഗ്ഗി അവന്റെ മനസ്സിലുള്ള പ്ലാൻ ചിന്തിക്കുന്നു. ഇവിടെ എയ്സും ലൂഫിയും ഒരുപാട് മറൈൻസിനെ മറികടന്ന് ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് വൈറ്റ് ബിയർഡ്സിന്റെ നേരത്തെ വന്ന കപ്പല് ഇപ്പൊ ഉള്ളിലേക്ക് വീണ്ടും ഇടിച്ചു കയറി വരുന്നു. അത് ഓടിച്ചു വരുന്നത് മറ്റാരുമല്ല, സ്കോഡും അവന്റെ ആൾക്കാരുമാണ്. കപ്പലിരിക്കുന്ന സ്കോഡ്, പോപ്സ്, അതുപോലെ കൂട്ടുകാരെ, ഈ യുദ്ധം ഇനി ഞങ്ങൾ നോക്കിക്കോളാം, അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്നിങ്ങനെ സ്കോഡ് ബാക്കിയുള്ളവരോട് രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അവൻ ഈ മറൈൻ ഫോർഡില് അവർക്ക് വേണ്ടി കുടുങ്ങിക്കോളാം എന്നുള്ള രീതിയിൽ അകത്തേക്ക് കപ്പൽ ഇടിച്ചു കയറ്റി വരുന്നു. വൈറ്റ് ബിയർഡിനോട് നേരത്തെ ചെയ്തതിന് കുറ്റബോധം കാരണമാണ് സ്കോഡ് ഇങ്ങനെ ചെയ്യുന്നത്. അവന്റെ ജീവൻ കൊടുത്ത് അവൻ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ പോകുന്നു. അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ആ ഷിപ്പ് ഇടിച്ചു കയറ്റാനാവുമ്പോ പെട്ടെന്ന് ആ ഷിപ്പ് നിന്നു. ആരോ ഷിപ്പിനെ തടഞ്ഞു വെച്ചു. അത് മറ്റാരുമല്ല, ഒറ്റ കൈ കൊണ്ട് വൈറ്റ് ബിയർഡ് ആണ് ആ ഷിപ്പ് തടഞ്ഞു നിർത്തിയത്. എന്നിട്ട് വൈറ്റ് ബിയർഡ് സ്വന്തം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് മക്കൾ മരിച്ചു പോയാലുണ്ടാവുന്ന അവസ്ഥ അത് എത്രത്തോളം മോശമാണെന്ന് നിനക്കറിയോ സ്കോഡ്? അതുപോലെ ഒരു ചെറിയ കുത്തൊന്നും എന്റെ ജീവനെ ബാധിക്കാൻ പോകുന്നില്ല, എല്ലാവർക്കും മരിക്കാൻ അവരുടേതായ ഒരു സമയമുണ്ട് എന്ന് വൈറ്റ് ബിയർഡ് സ്കോഡിനോട് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാരോട് പെട്ടെന്നൊരു കാര്യം പറയും. നമ്മൾ ഇവിടേക്ക് വന്നതിന്റെ ലക്ഷ്യം നമ്മൾ അവസാനം കണ്ടു, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് ബിയർഡ് പൈററ്റ്സ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് വൈറ്റ് ബിയർഡ് തിരിഞ്ഞു നിന്ന് പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്. ഒരു ക്യാപ്റ്റൻ ആയിക്കൊണ്ട് എന്റെ അവസാനത്തെ ഓർഡർ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അത് കേട്ട എല്ലാവരും ഷോക്കായി. അവസാനത്തെ ഓർഡറോ? ഞങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വൈറ്റ് ബിയർഡിനോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഈ നിമിഷം മുതൽ നമ്മൾ എല്ലാവരും പിരിയണം, എല്ലാവരും എന്ത് വില കൊടുത്തും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായിട്ട് ന്യൂ വേൾഡിലേക്ക് പോകണം എന്ന് വൈറ്റ് ബിയർഡ് തന്റെ നെഞ്ചു പൊട്ടുന്ന വേദനയില് സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവരോടെല്ലാവരോടും പറയുന്നു. അത് കേട്ട വൈറ്റ് ബിയർഡ്സിലെ ആൾക്കാര്, പോപ്സ് നിങ്ങൾ ഇവിടെ വെച്ച് മരിക്കാൻ പോവാണോ? ഞാനൊരു പഴയ അവശിഷ്ടം മാത്രമാണ്, എന്നെ ചുമക്കാനുള്ള ഒരു ഷിപ്പും ഈ പുതിയ കാലഘട്ടത്തിലില്ല എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് പെട്ടെന്ന് എയറിലേക്ക് അടിക്കുന്നു. എന്നിട്ട് എല്ലാവരോടും അദ്ദേഹം രക്ഷപ്പെടാൻ പറയുന്നതോടെ അദ്ദേഹം ചെയ്ത അറ്റാക്ക് കാരണം മറൈൻ ഫോർഡ് മുഴുവൻ പൊട്ടി തകരുന്നു. പോപ്സ് നിങ്ങളെ വിട്ട് ഞങ്ങൾക്ക് പോണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും വൈറ്റ് ബിയർഡിനെ വിളിക്കുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു അടി പോലും അനങ്ങാതെ നിൽക്കുന്ന വൈറ്റ് ബിയർഡ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം ഈ യുഗം മാറാൻ പോവുകയാണ് എന്ന് വൈറ്റ് ബിയർഡ് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അവരെല്ലാവരും സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ആ സമയം ഓർക്കുന്നു. എല്ലാം ആരംഭിച്ചത് ഈ സമുദ്രത്തിൽ വെച്ചാണ്. ഹേയ് എന്താ നീ ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ? ഇവിടേക്ക് വന്ന് നോക്ക്, ഒരുപാട് ട്രഷർ ഉണ്ട്. ഏയ് അവനെ വിളിക്കൊന്നും വേണ്ട. അതെന്താ അങ്ങനെ? ഇത്രയും ട്രഷർ അവൻ കാരണമല്ലേ നമുക്ക് കിട്ടിയത്. അവനെ വെറുതെ വിട്ടേക്ക്, അവന് ഈ ട്രഷറിലൊന്നും താല്പര്യമില്ല. അത് വിചിത്രമാണല്ലോ, നീ എന്തൊരു പൈററ്റാ, നിനക്ക് പിന്നെ എന്താ വേണ്ടത്? ഹേയ് ന്യൂ ഗേറ്റ്
ഈ ഒരു പാസ്റ്റ് ആലോചിക്കുന്ന വൈറ്റ് ബിയർഡ്, ഞാൻ ഒരുപാട് കാലമായി സഞ്ചരിക്കുന്നു, അതിന് ഇന്നൊരു അവസാനം ഈ നേവിയുടെ കൂടെ ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് ചിരിക്കുന്നു. അങ്ങനെ മറൈൻഫോർഡ് മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സ്, പോപ്സ് നിങ്ങളെ വിട്ട് ഒരിക്കലും ഞങ്ങൾ പോവില്ല, അതുകൊണ്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ വരണം എന്ന് വൈറ്റ് ബിയർഡിനെ വിട്ട് പോവില്ല എന്ന് അവർ പറയുന്നു. നിങ്ങളുടെ ക്യാപ്റ്റന്റെ വാക്ക് നിങ്ങൾ അനുസരിക്കില്ലേ, അതുകൊണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക് മണ്ടന്മാരെ എന്ന് വൈറ്റ് ബിയർഡ് പറയുമ്പോൾ ഒരുപാട് മറൈൻസ് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ബിയർഡ് അവരെയൊക്കെ അടിച്ചിട്ടു. അതുകൊണ്ട് അവിടെയുള്ള പൈററ്റ്സ് മുഴുവൻ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. പക്ഷേ എയ്സും മാർക്കോയും അവിടെ നിന്ന് പോകുന്നില്ല. ഇവിടെ വൈറ്റ് ബിയർഡ് ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരുടെ കൂടെയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിടിച്ചു നിൽക്കാൻ പോലും പറ്റാതെ വരുന്ന മറൈൻസിനോട് സെങ്കോക്കു അയാൾക്ക് വേണ്ടത് അയാൾ നേടിക്കഴിഞ്ഞു, ഇനി അടുത്തത് അയാൾ ഈ മറൈൻഫോർഡ് മുഴുവൻ അയാൾക്കൊപ്പം ഇല്ലാതാക്കാൻ പോവാണ് എന്ന് സെങ്കോക്കു പറയുന്ന സമയത്ത് താഴേക്ക് വീണ ഗാർപ്പു എഴുന്നേൽക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് സബോഡിയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ മറൈൻഫോർഡിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയണം. അവസാനമായിട്ട് അവർ കേട്ടത് വൈറ്റ് ബിയർഡ് അയാളുടെ ആൾക്കാരെ വിറ്റു എന്നാണ്. അതിനുശേഷം പിന്നെ അവരൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് മറൈൻഫോർഡിൽ എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയണം. ഇവിടെ മറൈൻഫോർഡിൽ ബഗ്ഗിയുടെ കയ്യിലുണ്ടായിരുന്ന ട്രാൻസ്പോണ്ടർ സ്നെയിൽ അത് അവസാനം പുറത്തേക്ക് വന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ ബഗ്ഗിക്ക് ഇതൊരു പ്രശ്നമാണ്. കാരണം ട്രാൻസ്പോണ്ടർ സ്നെയിൽ ശരിയായാൽ ബഗ്ഗി വൈറ്റ് ബിയർഡിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അയാളെ തോൽപ്പിക്കും, അങ്ങനെ ലോകം മൊത്തം കീഴടക്കും എന്നാണ് ബഗ്ഗി അവന്റെ ആൾക്കാരോട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ട്രാൻസ്പോണ്ടർ സ്നെയിൽ ശരിയായതുകൊണ്ട് ബഗ്ഗി വൈറ്റ് ബിയർഡിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ക്യാപ്റ്റൻ ബഗ്ഗി എന്ന് വിളിച്ച് നടക്കുന്ന ആൾക്കാർ മുഴുവൻ അവനൊരു മണ്ടനാണെന്നുള്ള കാര്യം മനസ്സിലാക്കും. അതുകൊണ്ട് ബഗ്ഗി രണ്ടും കൽപ്പിച്ച് ട്രാൻസ്പോണ്ടർ സ്നെയിൽ ഉപയോഗിച്ച് ആ വീഡിയോ ഓണാക്കി. അങ്ങനെ ഇവിടെ സബോഡിയിലും വീഡിയോ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും കാണുന്നത് ബഗ്ഗിയുടെ മുഖമാണ്. വൈറ്റ് ബിയർഡ് ഈ സമയത്ത് എല്ലാ മറൈൻസിനെയും ഒറ്റയ്ക്ക് നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. കാരണം കുറച്ച് മറൈൻസ് രക്ഷപ്പെടാൻ നോക്കുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറൈൻസ് അവരെ അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കാതെ വൈറ്റ് ബിയർഡ് അവരെ എല്ലാം ഒറ്റയ്ക്ക് നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങുന്ന ഇവാൻഗോ, സ്ട്രോബോയ് നീ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അതിന് ലൂഫി എയ്സിനോട്, എയ്സ് നമുക്ക് ഇവിടെ നിന്ന് പോവാം, അയാൾ ഇനി വരില്ല, അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് ലൂഫി പറഞ്ഞിട്ടും എയ്സ് ഒന്നും തിരിച്ചു പറയുന്നില്ല. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് എയ്സ് അവന്റെ പവർ ഉപയോഗിച്ച് അവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് മാറ്റി. വൈറ്റ് ബിയർഡ് തിരിഞ്ഞു നോക്കിയപ്പോ എയ്സ് പോയിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ഈ സമയത്ത് വാക്കുകൾ വേണ്ട, പക്ഷേ എയ്സ് ഒരു കാര്യം മാത്രം നീ എന്നോട് പറയണം, ഞാൻ നിന്റെ അച്ഛനായതിൽ നിനക്ക് സന്തോഷമുണ്ടോ? അത് കേട്ട എയ്സിന് പണ്ട് വൈറ്റ് ബിയർഡ് ആദ്യമായിട്ട് എയ്സിനോട് തന്റെ മകൻ അയക്കോ എന്ന് പറഞ്ഞതാണ് മനസ്സിൽ വരുന്നത്. എന്നിട്ട് എയ്സ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. അതിന് വൈറ്റ് ബിയർഡ് ചിരിക്കുന്നു. ശേഷം ലൂഫി എയ്സും എല്ലാവരുടെയും കൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വെടികൊണ്ട് താഴെ വീഴുന്നുണ്ട്. അത് കാണുന്ന ജീംബെ എയ്സിന്റെയും ലൂഫിയുടെയും പുറകിലേക്ക് കയറി നിന്നു. കാരണം അവൻ മരിച്ചാലും പ്രശ്നമില്ല, എന്നാലും എയ്സും ലൂഫി രക്ഷപ്പെടണം, അതാണ് ജീംബയ്ക്ക് വേണ്ടത്. ഇവരൊക്കെ ഇപ്പോൾ ഓടി പോകുന്നത് കണ്ട് അക്കൈനു പെട്ടെന്ന് ഒരുപാട് പേരെ കൊല്ലുന്നു. അവരുടെ അലർച്ച കേട്ട് എയ്സിന് സഹിക്കുന്നില്ല. മറ്റൊരു വഴിയില്ലാതെ എയ്സ് മുമ്പിലേക്ക് തന്നെ ഓടി പോവാണ്. അക്കൈനു പെട്ടെന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോട്, നിങ്ങൾ എയ്സിനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം ഓടിപ്പോവുകയാണോ? വൈറ്റ് ബിയർഡ്സിലെ മുഴുവൻ ആൾക്കാരും വെറും പേടിത്തൊണ്ടന്മാരാണ്. ഇത് കേട്ട് വൈറ്റ് ബിയർഡ്സിലെ ഒരു കമാൻഡർ അവൻ നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ്. ഒരിക്കലും അതിൽ വീണ് കൊടുക്കരുത്, നിങ്ങൾ നിന്നാൽ അവന്റെ കയ്യിൽ നിങ്ങൾ കുടുങ്ങും. വീണ്ടും അക്കൈനു, ഓ നിങ്ങളുടെ ക്യാപ്റ്റൻ ആ മനുഷ്യനാണല്ലോ, അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ. എന്തൊക്കെയായാലും വൈറ്റ് ബിയർഡ് പണ്ട് മുതലേ ഒരു പരാജയമാണ്. ഇത്ര കൂടെ കേട്ടപ്പോ എയ്സ് പെട്ടെന്ന് അവിടെ നിന്നു. എന്താ നീ പറഞ്ഞേ, പരാജയമെന്നോ? നീ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്ക് എന്ന് പറഞ്ഞ് എയ്സ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോ എയ്സ്, വേണ്ട അത് അപകടമാണ്, അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അവന്റെ കൂടെയുള്ള ആൾക്കാര് എയ്സിനെ പിടിച്ചു വെച്ചു. പക്ഷെ എയ്സ് അവരെയൊക്കെ തട്ടിമാറ്റി. പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനോ? ഇല്ല, ഇനി എത്ര കോടിക്കണക്കിന് വർഷം കടന്നു പോയാലും ഞാൻ ഈ പറഞ്ഞത് മാറ്റില്ല. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്റെ അച്ഛൻ ഗോൾഡി റോജർ ഗ്രാൻഡ് ലൈൻ കോൺകർ ചെയ്തു, എന്നിട്ട് പുതിയൊരു യുഗത്തിലേക്കുള്ള വാതിൽ തുറന്നു. അതിനെയാണ് ഗ്രേറ്റ് പൈററ്റ് എറ എന്ന് പറയുന്നത്. തന്റെ സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത് അയാൾ അങ്ങനെ ചെയ്തു. ഒരു നേവി അഡ്മിറൽ ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എന്നാലും കിങ് ഓഫ് ദ പൈററ്റ് എന്ന പേര് അദ്ദേഹം നേടിയെടുത്തു. പക്ഷെ വൈറ്റ് ബിയർഡിന് എന്തുണ്ട്? അയാൾക്ക് ആകെയുള്ളത് ഓരോ സ്ഥലത്തു നിന്നും കൂട്ടിച്ചേർത്ത തന്റെ ഫാമിലിയാണെന്ന് പറയുന്ന കുറച്ചു പേരാണ്. കുറച്ചു മണ്ടന്മാര് ചിന്തിക്കുന്നത് വൈറ്റ് ബിയർഡ് കാരണമാണ് ചില ഐലൻഡ് സമാധാനത്തോടെ പോകുന്നതെന്നാ. പക്ഷെ അയാൾക്ക് പേടിയാണ്. അതുപോലെ അയാൾ സ്വന്തം വിചാരിച്ചു വെച്ചിരിക്കുന്നത് അയാൾ ഒരു ഹീറോയാണെന്നാ. റോജർ ജീവിച്ചിരുന്ന സമയത്ത് വൈറ്റ് ബിയർഡ് എപ്പോഴും രണ്ടാമതായിരുന്നു. എന്നിട്ടും റോജർ മരിച്ചിട്ട് പോലും വൈറ്റ് ബിയർഡിന് ഒരു കിങ് ആവാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം റോജറിന്റെ അത്രയൊന്നും വൈറ്റ് ബിയർഡ് ഇല്ല. അതുകൊണ്ട് അയാൾ എപ്പോഴും ഒരു പരാജയമാണ്. ഇത്രയാണ് വൈറ്റ് ബിയർഡ്. ഇതാണ് സത്യം. അയാൾ കുറച്ച് മണ്ടന്മാരെ ചേർത്ത് ഫാമിലിയാക്കി അവരെ കൊണ്ട് അച്ചാന്ന് വിളിപ്പിച്ചു. എന്നിട്ട് കടൽ മുഴുവൻ ഈ വ്യാജമായ കുടുംബത്തെയും കൊണ്ട് നടക്കുന്നു. നിർത്തടാ, ഒരുപാട് വർഷം അയാൾ ഈ കടലിലൂടെ സഞ്ചരിച്ചിട്ടും അയാൾക്കൊരു രാജാവാൻ പറ്റിയില്ല, ഒന്നും നേടാനും പറ്റിയില്ല. ഇതിന്റെയൊക്കെ അവസാനം അയാൾ കൊണ്ടു നടന്ന ഒരു മണ്ടന്റെ അടുത്ത് നിന്ന് അയാൾക്ക് തന്നെ കുത്തു കിട്ടി. എന്നിട്ടോ അയാൾ അവനെ രക്ഷിക്കാൻ പോകുന്നു. നിനക്ക് തോന്നുന്നില്ലേ അയാളുടെ ജീവിതം വെറും പാഴാണെന്ന്? എന്ന് അക്കൈനു പറഞ്ഞത് കേട്ട് എയ്സ്, നിർത്തടാ, പോപ്സ് ഞങ്ങൾക്ക് ജീവിക്കാൻ സ്ഥലം നൽകി, അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ മഹത്വം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് അക്കൈനു, നിന്നെ പോലെയുള്ളവന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പോലും അനുവാദമില്ല. വൈറ്റ് ബിയർഡ് ഒരു പരാജയത്തെ പോലെ മരിക്കും, അതേ അയാൾക്ക് ചേരൂ. അല്ല, വൈറ്റ് ബിയർഡ് ഒരു ഗ്രേറ്റ് പൈററ്റ് ആണ്. ഈ ഒരു യുഗത്തെ പണിഞ്ഞുയർത്തിയ മനുഷ്യൻ.
എന്നെ രക്ഷപ്പെടുത്തിയ മനുഷ്യനെ ഇനിയൊരു വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞ എയ്സ് അക്കൈനുവിനെ അടിക്കുന്നു. തിരിച്ച് അക്കൈനു എയ്സിന്റെ കയ്യിലേക്ക് ചാടി വന്ന് കുത്തി. അങ്ങനെ എയ്സ് ദൂരേക്ക് തെറിച്ചു പോയി വീണു. നിനക്ക് തീരെ ശ്രദ്ധയില്ല. നീ തിന്നത് ഒരു പവർഫുൾ ആയ ലോജിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആണ്. പക്ഷെ നീ തീയാണെങ്കിൽ ഞാൻ അതിനെ കത്തിക്കുന്ന മാഗ്മയാണ്. എന്റെ പവർ നിന്റേതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആണ് എന്ന് അക്കൈനു എയ്സിനെ നോക്കി പറയുന്ന ഈ സമയത്ത് ലൂഫി എയ്സിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ മുട്ടുകുത്തി താഴെ വീഴുന്നു. കാരണം ലൂഫിയുടെ പവർ പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇനി ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. നിലത്തേക്ക് വീഴുന്ന എയ്സിന്റെ വീവറ കാർഡ് ലൂഫി എടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ അക്കൈനു എയ്സിനോട് ഗോൾഡി റോജർ, കിങ് ഓഫ് ദ പൈററ്റ്, ഡ്രാഗൺ ദ റെവല്യൂഷണറി, ഇവരുടെ രണ്ടുപേരുടെയും മക്കള് ബ്രദേഴ്സ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് അതിശയിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും ഞരമ്പിലൂടെ ഓടുന്ന രക്തം വൃത്തികെട്ട രക്തമാണ്. മറ്റുള്ളവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കിട്ടിയില്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞ അക്കൈനു എയ്സിന്റെ പുറകിലുള്ള ലൂഫിയെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ ചാടി വരുന്നു. എയ്സ് ലൂഫി എന്ന് വിളിക്കുമ്പോഴേക്കും വീവറക്കാട് എടുക്കാൻ ശ്രമിക്കുന്ന ലൂഫിയുടെ അടുത്തേക്ക് അക്കൈനു എത്തി. ലൂഫിയെ രക്ഷിക്കാൻ എയ്സ് അക്കൈനുവിന്റെ മുന്നിൽ കയറി നിന്നു. അങ്ങനെ അക്കൈനു അവന്റെ കൈ എയ്സിന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി. എയ്സിന്റെ വീവറ കാർഡ് പതിയെ എരിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്നു.